ഓണക്കാലത്ത് ഉത്രാട തലേന്ന് സ്വർണത്തിന് തീപിടിച്ച വിലക്കയറ്റം. ഗ്രാമിന് വർദ്ധിച്ചത് 120 രൂപ. ഒരു പവൻ സ്വർണത്തിന്റെ വില 54,600 രൂപയിലെത്തി. കേരളത്തിലെ വിവാഹ സീസണിൽ തന്നെ സ്വർണ്ണവില കുതിച്ചു കയറാൻ കാരണം അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ. ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ സബ്സിഡി പദ്ധതി നടപ്പാകുമ്പോൾ ഇരുചക്ര EV വില ആദ്യ വർഷം 10,000 രൂപ വരെ കുറയുമെന്ന് മന്ത്രി HD കുമാരസ്വാമി. നിലവിലുള്ള പദ്ധതി പ്രകാരവും പരമാവധി 10,000 രൂപ സബ്സിഡി ലഭിക്കുന്നുണ്ട്. വാഹന നിർമ്മാതാക്കളായ ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. ചെന്നൈ പ്ലാന്റ് 2 വർഷത്തിന് ശേഷം തുറക്കുകയാണ്. ഇതിന് താൽപര്യപത്രം തമിഴ്നാട് സർക്കാരിന് കൈമാറി. നിർമ്മാണ യൂണിറ്റ് തുറക്കുന്നത് കയറ്റുമതിക്ക് വേണ്ടി മാത്രം. 2021 ഇന്ത്യയിലെ വിൽപ്പന നിർത്തിയിരുന്നു. KSRTC ജീവനക്കാർക്ക് ഓണം സമാശ്വാസം. ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ദിവസത്തെ ശമ്പളം ഈടാക്കാനുള്ള തീരുമാനം പിൻവലിച്ചു. ശമ്പളം കൃത്യമായി കൊടുക്കുന്നില്ല. അതിനിടയിൽ പണം പിടിക്കുന്നത് കടുത്ത വിമർശനമാണ് ഉയർത്തിയത്. ഇന്ത്യയിൽ 1000 കോടി രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനം നേടുന്ന 7 റെയിൽവേ സ്റ്റേഷനുകൾ. 3,337 കോടിയുമായി ഡൽഹി ഒന്നാമത്, ഹൗറയാണ് രണ്ടാമത്. കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളുടെയും മൊത്തം വരുമാനം 2,318 കോടി. മുന്നിൽ 281 കോടിയുമായി തിരുവനന്തപുരം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.